വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കുള്ളത് ഇപ്പോഴുള്ള നമ്മുടെ കയ്യിലുള്ള സമയമാണ്. കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ അബദ്ധങ്ങൾ നമുക്ക് അങ്ങോട്ടേക്ക് ചെന്ന് മാറ്റാൻ സാധിക്കില്ല. വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയുകയുമില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇപ്പോഴുള്ള ഈ അവസരം, ഈ സമയം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാക്ക് കാണാം, അഹ്സിൻ ഫീമാ ബഖിയ. ഇപ്പോൾ ബാക്കിയുള്ള ഈ സമയം നീ ഏറ്റവും നല്ല രീതിയിൽ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. യുഗ്ഫർ ലക മവാ, നിന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അത് കാരണത്താൽ പൊറുക്കപ്പെടുന്നതാണ്. ഫഗ്തനിം മാ ബഖിയ, ഇനി ബാക്കിയുള്ള ഈ ദിവസങ്ങൾ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ നീ ഉപകാരപ്പെടുത്തുക. ഫലാ തദ്രി മതാ തുദ്രികു റഹ്മത്തല്ലാഹ്, നിനക്കറിയില്ല എപ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം നിനക്ക് നേടാൻ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിലെ ഓരോ ദിവസവും മഹത്വമുള്ളതാണ്, ഓരോ സമയവും ശ്രേഷ്ഠതയുള്ളതാണ്. അതിൽ വെച്ച് ഏറ്റവും അഫ്ളലായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഈ ദിവസങ്ങളിൽ ഏറ്റവും നമുക്ക് മുന്നേറാൻ സാധിക്കുന്ന, നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുന്ന, അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്ന, അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിക്കരയാൻ സാധിക്കുന്ന, പാപങ്ങൾ പൊറുക്കപ്പെടാൻ തേടാൻ സാധിക്കുന്ന, നാളെ സ്വർഗം ചോദിക്കാൻ സാധിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഈ ദിവസങ്ങളെ, ഈ സമയങ്ങളെ നഷ്ടപ്പെടുത്തിയ ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അതുകൊണ്ട് ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായത്തെ ചോദിച്ച് ഏറ്റവും നല്ല നിയ്യത്തോടുകൂടി, സിദ്ഖോടുകൂടിയുള്ള നിയ്യത്തോടുകൂടി നാം ഒരുങ്ങുക. അല്ലാഹു തആല ഈ ദിവസങ്ങളെ ഏറ്റവും നല്ല ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ.